ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രം പുതിയ പ്രൊമോ നമ്മൾ പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശരാക്കിയ ഒരു പ്രൊമോ തന്നെ ആയിരുന്നു അല്ലേ? പക്ഷെ ആ നിരാശയ്ക്കൊടുവിൽ ഒരു സന്തോഷം വരാൻ പോകുന്നുള്ളൂ. എന്തായാലും പ്രൊമോ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ അനിയൻകുട്ടനെ നമ്മുടെ ശ്രീകാന്തും ജോബിയും കുറച്ച് ഗുണ്ടകളൊക്കെ കൂടി ചേർന്ന് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെ അരികിൽ നിന്ന് പറിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. കാരണം അനിയൻകുട്ടൻ്റെ മൊഴിയാണ് ഇനി ഏറ്റവും വലുത് എന്നെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം നമ്മുടെ വിക്രത്തിനെ അവർ ഗുണ്ടകളൊക്കെ കൂടി ഇടിച്ചിടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ അനിയൻകുട്ടനുമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഗുണ്ടകൾ വെറുതെ വിടുന്നില്ല. നമ്മുടെ വേദനെയും വിക്രത്തിനെയും ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിക്കുന്നുണ്ട്. അനിയൻകുട്ടനെ ആണെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ ഓൾറെഡി ആക്കി. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ഒരു രക്ഷകൻ എന്ന പോലെ നമ്മുടെ സേതു വന്നിറങ്ങുകയാണ്. സേതു വന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ വേദയുടെയും ആ ഒരു കെട്ട കഴിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് വിക്രവും നമ്മുടെ സേതുവും കൂടി ഗുണ്ടകളെ കടിച്ച് പരത്തുന്നു. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ വിക്രം കാല് തെന്നി ഒരു കൊക്കയിലേക്ക് വീഴാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ഇത് കണ്ട് നമ്മുടെ വേദ തല കറങ്ങി വീഴുന്ന ഒരു നിമിഷങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു രംഗങ്ങളൊക്കെ കണ്ടിട്ട് പ്രേക്ഷകർ ആകെ അസ്വസ്ഥരാണ്. പക്ഷേ ഈ തല കറങ്ങി വീഴുന്നത് എന്തിനായിരിക്കും? നമ്മുടെ വേദ വിശേഷം അറിയിച്ചിരിക്കുകയാണ് ഗൈസ്. അതേ കൂട്ടുകാരെ, നമ്മുടെ ഇനി പവിത്രത്തിലേക്ക് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കുഞ്ഞുകൂടെ വരാൻ പോകുകയാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഓഡീഷൻ ഇവർ നടത്തിയത് കണ്ടിരുന്നു. ഒരു പരസ്യം പോലെ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ, നല്ല മിടുക്കി പെൺകുഞ്ഞിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഇനി വരാൻ പോകുന്ന പവിത്രം പരമ്പര എന്താന്ന് വെച്ചാൽ 5 കൊല്ലം കഴിഞ്ഞുള്ള ഒരു കഥയാട്ടോ. അതായത് വിക്രത്തിനും നമ്മുടെ വേദയ്ക്കും ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പെങ്കൊച്ചു വരുന്നു. ആ പെങ്കൊച്ചും ആ കുഞ്ഞും ഇവരൊക്കെ കൂടിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥയാട്ടോ കൂട്ടുകാർ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുതേ, കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.